ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് ആഫ്രിക്കയുടെ ഹൃദയത്തിലേക്കാണ്, ഒരു നദിയിലേക്ക്. ഇതൊരു സാധാരണ നദിയല്ല, ഈ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ്. ഈ നദിയിൽ ഇന്നും കണ്ടെത്താത്ത നിറയെ രഹസ്യങ്ങളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദിയെക്കുറിച്ചാണ്. ഒരു ചെറിയ ഇമാജിനേഷൻ. ഒരു 60 നില കെട്ടിടം വെള്ളത്തിൽ മുക്കിയാൽ അതുപോലും ഈ നദിയുടെ ആഴം തൊടില്ല ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ കോങ്കോ നദി ഒരു മിസ്റ്ററി തന്നെയാണ്. കോങ്കോ നദി ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഏകദേശം 4700 കിലോമീറ്റർ നീളമുണ്ടതിന്. ഇത് പല രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ആംഗോള തുടങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്നു. ഇതൊരു പ്രത്യേക നദിയാണ്, കാരണം ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളമൊഴുക്കുന്ന നദികളിൽ ഒന്നാണ്, ആമസോൺ നദിക്ക് പിന്നാലെ. കോങ്കോ നദിയുടെ ചുറ്റുമുള്ള കാടുകൾ കോങ്കോ റെയിൻ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് ആമസോണിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മഴക്കാടാണ്. ഇവിടെ കാണുന്ന ജീവികൾ നിങ്ങൾ മറ്റൊരിടത്തും കാണില്ല. പക്ഷികൾ, ഗൊറില്ലകൾ, മുതലകൾ, വലിയ പാമ്പുകൾ എന്നിവയെല്ലാം ഈ നദിയുടെ എക്കോസിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം. കോങ്കോ നദിയുടെ ആഴങ്ങളിൽ സൂര്യപ്രകാശം എത്താത്ത ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മത്സ്യങ്ങൾ ചില വിചിത്രമായ രീതിയിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെയുള്ള ചില മത്സ്യങ്ങൾക്ക് കണ്ണുകൾ കാണില്ല, കാരണം ഇവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ചില മത്സ്യങ്ങൾ വളരെയധികം ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്നത് പോലെ. കോങ്കോ നദി എത്ര സുന്ദരമാണ്, അതുപോലെ തന്നെ അപകടകരവുമാണ്. ഈ നദിയിലെ കറണ്ട് വളരെ ശക്തമാണ്, റാപ്പിഡ്സ്, വാട്ടർഫാൾസ്. അതിനാൽ തന്നെ ഈ നദി മുഴുവൻ നാവിഗേറ്റ് ചെയ്യാൻ ഇന്നും വളരെ ബുദ്ധിമുട്ടാണ്. ചരിത്രത്തിൽ പല എക്സ്പ്ലോറേഴ്സും ഈ നദി കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പലരും പരാജയപ്പെട്ടിട്ടാണുള്ളത്. എങ്കിലും ഈ നദി കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ്. അവർക്കിതൊരു റോഡാണ്, മത്സ്യബന്ധനത്തിനുള്ള സോഴ്സാണ്, കുടിവെള്ളം നൽകുന്ന ജീവരേഖയാണ്. നഗരങ്ങൾ പോലും ഈ നദി ആശ്രയിച്ചാണ് വളർന്നത്. ഇതുമാത്രമല്ല, കോങ്കോ നദി വലിയ ഒരു എനർജി സോഴ്സ് കൂടെയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സുകളിൽ പലതും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതായത് കോങ്കോ നദിയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ ഫാക്ട്സ് ആണ്. ഇനി ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ നദി ഇന്നേ വരെ ഫുള്ളി എക്സ്പ്ലോർഡ് ചെയ്തിട്ടില്ല. അതായത് ഇനിയും പുതിയ സ്പീഷീസ് ഒക്കെ കണ്ടെത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് സയൻസിന് ഈ നദി ഒരു മിസ്റ്ററിയാണ്. കോങ്കോ നദി പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും രഹസ്യങ്ങളും ഒരുമിച്ചുള്ള ഒരു അത്ഭുതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.